ഹലോ ഫ്രണ്ട്സ്, ഹോം മെയ്ഡായി മാംഗോ ടാങ്ക് പൊടി, ക്യാരറ്റ് ടാങ്ക് പൊടി, ബീട്രൂട്ട് ടാങ്ക് പൊടി തയ്യാറാക്കിയാലോ? പെട്ടെന്നുണ്ടാക്കാം, വാ. യാതൊരുവിധ കെമിക്കലുകളും നമ്മളുടെ ടാങ്ക് പൊടിയിൽ ചേർക്കുന്നില്ല എന്നതാണ് ഇതിൻ്റെ ഒരു ക്വാളിറ്റി. അതും ഈസിയായി പെട്ടെന്ന് പെർഫെക്റ്റായി നമുക്ക് എങ്ങനെ ഹോം മെയ്ഡ് ടാങ്ക് പൊടി നിർമ്മിക്കാമെന്ന് നോക്കാം. ആദ്യമായി ഞാൻ മാംഗോ കൊണ്ട് എങ്ങനെയാണ് ടാങ്ക് പൊടി ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു തരാം. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള മാവിൽ നിന്നും പൊട്ടിച്ച ഒരു 2-3 മാങ്ങയാണ് ഞാൻ ഇതിനു വേണ്ടി എടുക്കുന്നത്. പച്ചയോ അല്ലെങ്കിൽ ചെനച്ചതോ ഒക്കെ നമുക്ക് ഇതിനു വേണ്ടി എടുക്കാം കേട്ടോ. നല്ലവണ്ണം ഒന്ന് ഞെങ്ങുന്ന തരത്തിലുള്ള പഴുത്തത് എടുക്കണ്ട ടാങ്ക് പൊടി ഉണ്ടാക്കാൻ. നമ്മുടെ മാങ്ങ നമുക്ക് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ തൊലിയൊന്നും നമുക്ക് കളയേണ്ട കാര്യമില്ല. ഒരു പീലർ വെച്ച് ഇതുപോലെ നമുക്ക് അത് ഇങ്ങനെ വലിച്ചെടുക്കാം. ഈ പീലർ കൊണ്ട് തന്നെ ഇതിങ്ങനെ വലിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമുക്കിത് ഉണങ്ങിക്കിട്ടാൻ പ്രയാസമായി വരും. പീലർ കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ വളരെ തിന്നായി കനമില്ലാതെ നൈസായിട്ട് നമുക്ക് നമ്മളുടെ മാംഗോ ഇങ്ങനെ സ്ലൈസായി നല്ലവണ്ണം കിട്ടുന്നതാണ്. ഇപ്പം നമ്മുടെ 3 മാങ്ങയും സ്ലൈസാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതാ കണ്ടോ, വളരെ തിന്നാണ്, തീരെ കനമില്ല. നമ്മളിതിൻ്റെ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല. നമ്മളുടെ ഹോം മെയ്ഡ് മാംഗോ ആയതുകൊണ്ട് തന്നെ പുറത്തുനിന്നൊക്കെ മേടിക്കുന്ന മാംഗോ ആണെങ്കിൽ നിങ്ങൾക്കതിൻ്റെ തൊലിയൊക്കെ കളയാം, മരുന്നൊക്കെ അടിച്ചതാണെങ്കിലോ. ഇനി നമ്മൾക്കിത് നമ്മളുടെ ടെറസിൽ പോയി ഉണക്കാം. നല്ല വെയിലുള്ളപ്പോൾ മാത്രമേ ഇത് ചെയ്യാവൂ. വെയിലില്ലെങ്കിൽ ഇത് ഉണങ്ങിക്കിട്ടാൻ പ്രയാസമാകും. വെയിലുണ്ടെങ്കിൽ ഇത് സിമ്പിളായി നേരം വെളുക്കുമ്പോൾ ഇട്ടാൽ ഉച്ചരിയുമ്പോഴത്തേനും ഒരു 4 o'clock ആകുമ്പോഴത്തേനും ഇത് മുരിഞ്ഞ് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ മാങ്ങ ഫുള്ളായിട്ട് ഒരു വിരിപ്പ് വിരിച്ച് അതിൽ ഓരോന്നായി പരത്തിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നമ്മളുടെ മാങ്ങ പരത്തിയിടണം. ഇത് പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ. നിങ്ങൾ യാതൊരുവിധ ടെൻഷനും അടിക്കേണ്ട കാര്യമില്ല. കണ്ടോ, ഉച്ചരിഞ്ഞപ്പോഴത്തേനും നമ്മളുടെ മാംഗോ ഇതുപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, കലകലേന്ന് ഒച്ച കേൾക്കുന്നുണ്ട് നമ്മളുടെ മാംഗോയുടെ. ഇത് ഞാൻ ഇനി ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. കണ്ടോ, എത്ര ക്രിസ്പി ആയിട്ടാണ് പൊട്ടുന്നത് എന്ന് നോക്കിക്കോ, കണ്ടില്ലേ? അപ്പോൾ നമുക്കിതൊന്ന് കവറിലിട്ട് വെക്കാം. ഒരു ദിവസം കൂടി നമുക്കിത് വെയിലത്തൊന്ന് വെക്കാം കേട്ടോ. ഇനി നമ്മളിങ്ങനെ പൊടിച്ച് വെച്ചാൽ വല്ല പൂപ്പലും വന്നാലോ, അപ്പോൾ 2 ദിവസമൊക്കെ ഒന്ന് നല്ലവണ്ണം ഉണങ്ങിയിട്ട് നമുക്ക് പൊടിച്ച് വെച്ചാൽ മതി. അപ്പോൾ പിറ്റേ ദിവസം ഞാനൊരു വലിയ ചെമ്പിൻ്റെ തട്ടിലാണ് ഉണക്കാൻ വെച്ചിരിക്കുന്നത്. അതും ഒരു ദിവസം ഞാൻ ഉണക്കാൻ വെച്ചു. എന്നിട്ട് ഉച്ചരിഞ്ഞിട്ടാണ് ഞാൻ എടുത്തത്. അപ്പോഴത്തേക്കും നമ്മളുടെ മാംഗോയുടെ ഇതൊക്കെ നല്ലവണ്ണം ക്രിസ്പിയായി മുരിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. ഇത് നമുക്കിനി പൊടിച്ചെടുക്കാം. നമ്മുടെ മാങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇടുക. എന്നിട്ട് അതിലേക്ക് 2 ഏലക്കായ ഇടുക. 1 കപ്പ് പഞ്ചസാരയാണ് അതിലേക്ക് ഇടുന്നത്. ഇതാ ഫൈനായി നമ്മളുടെ മാംഗോ പൗഡർ, ടാങ്ക് പൗഡർ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സൂപ്പറായി വന്നിട്ടുണ്ട് ഹോം മെയ്ഡ് ടാങ്ക് മാംഗോ പൗഡർ. ഇതേ മെത്തേഡിൽ തന്നെ ഞാൻ നമ്മുടെ ക്യാരറ്റും ബീട്രൂട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടി ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതേ മെത്തേഡിൽ തന്നെ പീലർ കൊണ്ട് തന്നെ ചീന്തണം, എന്നാലാണ് നമുക്ക് പെട്ടെന്ന് അത് ഉണങ്ങി കിട്ടുള്ളൂ. കണ്ടില്ലേ, ഇത് നമ്മുടെ മാംഗോൻ്റെ പൗഡറാണ്. ഇത് അരിച്ചെടുക്കണം കേട്ടോ. അരിച്ചെടുത്തില്ലെങ്കിൽ തരി വലുതുണ്ടാവും. എന്നിട്ട് ആ തരി ഒന്നും കൂടി പൊടിച്ചെടുത്താൽ മതി. ഇത് നമ്മുടെ ബീട്രൂട്ടിൻ്റെയാണ്. അപ്പോൾ നമ്മുടെ ക്യാരറ്റിൻ്റെ ടാങ്ക് പൗഡർ റെഡി ആയിട്ടുണ്ട്, ബീട്രൂട്ടിൻ്റെ ടാങ്ക് പൗഡർ റെഡി ആയിട്ടുണ്ട്, മാംഗോൻ്റെ ടാങ്ക് പൗഡറും റെഡി ആയിട്ടുണ്ട്. 3 പൗഡറും ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പെട്ടെന്ന് വീട്ടിലെങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തന്നു. മാംഗോയുടെ ചെയ്തതുപോലെ തന്നെയാണ് ക്യാരറ്റിൻ്റെയും ബീട്രൂട്ടിൻ്റെയും ചെയ്തിരിക്കുന്നത്. പീലർ കൊണ്ട് വലിച്ച് ടെറസിൽ ഉണക്കി ഏലക്കായ ഇട്ട് പൊടിച്ച് അതുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ക്യാരറ്റിൻ്റെ ടാങ്ക് പൗഡറും ബീട്രൂട്ടിൻ്റെ ടാങ്ക് പൗഡറും നമ്മൾ മിൽക്ക് കട്ടപ്പാലിൽ അടിച്ചെടുത്ത് കുടിക്കുകയാണെങ്കിൽ ഒന്നും കൂടി വളരെ ടേസ്റ്റ് ഉണ്ടാവും. ഇത് ഞാനിപ്പോൾ തണുത്ത വാട്ടറിലാണ് കലക്കുന്നത്. അപ്പോഴും കുഴപ്പമില്ല. ഹോം മെയ്ഡ് നല്ല ശരീരത്തിനൊക്കെ നല്ല ഗുണം ചെയ്യുന്ന നല്ല ടാങ്ക് പൊടിയാണ് ഇത്. നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇതിൽ യാതൊരു വിധ കെമിക്കലും ഇല്ല. നമ്മുടെ ഹോം മെയ്ഡ് ടാങ്ക് പൊടി നമുക്കൊന്ന് കലക്കി നോക്കാം കേട്ടോ. ആദ്യമായിട്ട് ഞാൻ എടുക്കുന്നത് ക്യാരറ്റിൻ്റെ ടാങ്ക് പൊടിയാണ് ഇടുന്നത്. ഈ 1 സ്പൂൺ പൗഡർ ഇട്ടു. ഇനി ഞാൻ ഇടുന്നത് ബീട്രൂട്ടിൻ്റെ പൗഡറാണ്. ബീട്രൂട്ട് ടാങ്ക് പൗഡറാണ് ഇടുന്നത്. ഈ ക്യാരറ്റും ബീട്രൂട്ടും പാലിലാണ്, കട്ടപ്പാലിൽ മിക്സിയിലൊന്ന് അടിച്ചിട്ട് ഈ പൗഡർ ഇട്ട് എടുക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റാണ് ഉണ്ടാകുക. ഇതിങ്ങനെ കലക്കുന്നതിനേക്കാളും. ഇവിടെ ഇന്ന് പാലില്ലാത്തത് കാരണമാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു. കണ്ടോ നമ്മളുടെ ക്യാരറ്റിൻ്റെ ഷെയ്ഡ് വന്നിട്ടുണ്ട്.
നമ്മളുടെ ക്യാരറ്റിൻ്റെ ടാങ്ക് പൊടിക്ക്. അതുപോലെ ബീട്രൂട്ടിൻ്റെ ഷെയ്ഡ് എന്താ പച്ച മാംഗോ ആണ് ലാസ്റ്റ് ഒഴിച്ചത്. അങ്ങനെ 3 നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല കുടിക്കാൻ നല്ല ടേസ്റ്റുള്ള ഹെൽത്തി ജ്യൂസാണ് നമ്മളുടേത്. 3 ടാങ്ക് പൗഡറും നമ്മുടെ വീട്ടിൽ തന്നെ ഹോം മെയ്ഡായി ഉണ്ടാക്കിയതാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. ഹെൽത്തിനും വളരെ നല്ലതാണ് ഇത്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ നല്ല വീഡിയോകളുമായി ഞാൻ വീണ്ടും വരാം. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ.